ഭാഗം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ടൊരു വാണിംഗ് തരാനായിട്ടുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ, ഹൃദ്രോഗമുള്ള വ്യക്തികൾ, അങ്ങനെയുള്ളവരാണ് ഇനിയും ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു വീഡിയോ കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 1 ശമൂവേൽ 15-ന്റെ 2-3 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്കർ അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളക. ഇത് ശൗൽ രാജാവിനോട് ശമൂവേൽ പ്രവാചകൻ വഴി യഹോവ അരുളി ചെയ്ത കാര്യമാണ്. ശൗല് പക്ഷേ യഹോവയെപ്പോലെ അത്രയും വലിയൊരു സൈക്കോപാത്ത് അല്ലാത്തത് കൊണ്ട് കുറച്ച് ആടുമാടുകളെയും ആഗാഗിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് യഹോവ പിണങ്ങുന്നുണ്ട്. ശൗലിനെ അതുകൊണ്ട് രാജസ്ഥാനത്തു നിന്നൊക്കെ നീക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ആഗാഗിനെ ശമൂവേൽ പ്രവാചകൻ വന്ന് തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞു എന്നാണ് അതിൽ തന്നെ പിന്നീടുള്ള ഭാഗത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. വലിയ ആളുകളെ നമുക്ക് വിട്ടേക്കാം. കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കന്നുകാലികളെ സഹിതം കൊന്നുകളയാൻ പറയുന്നൊരു ദൈവം. സ്നേഹമാണ് ഈ ദൈവം. ഇനിയും അടുത്തതായി ആവർത്തന പുസ്തകം 20-16-17. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പട്ടണങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോടെ വെക്കാതെ ഹിത്യർ, അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശപഥാർപ്പിതമായി സംഹരിക്കണം. ഇത് യഹോവ മോശയോട് അരുളി ചെയ്യുന്നതാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ശ്വസിക്കുന്ന ഒരു സാധനത്തിനെ പോലും ജീവനോടെ വിട്ടേക്കരുതെന്നാണ് സ്നേഹവാനായ യഹോവ അരുളി ചെയ്യുന്നത്. ശ്വസിക്കുന്ന സ്നേഹവാനായ ദൈവം. സ്നേഹവാനായ ദൈവത്തിൻ്റെ അടുത്ത കുൽസിതം യോശുവ 6-20-21 അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ടു അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആടുമാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, കഴുത, ആടുമാട് എന്ന് പറയുന്ന എല്ലാ സാധനത്തെയും നല്ല മൂർച്ചയുള്ള വാളിന് ഇങ്ങനെ വെട്ടി കൊന്ന കഥയാണ് സ്നേഹത്തിൻ്റെ യഹോവ. അടുത്തതായി യോശുവ 10-40. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേ ദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. ഇവിടെ മലയാളം ട്രാൻസ്ലേഷനിലേക്ക് വന്നപ്പോഴാണ് എല്ലാത്തിനെയും നിർമൂല്യമാക്കി എന്ന് മാത്രം എഴുതി വിട്ടിരിക്കുന്നത്. കൃത്യമായും എബ്രായ ഭാഷയിൽ, ഇത് എബ്രായ ഭാഷയിലാണല്ലോ ഒറിജിനലായിട്ട് എഴുതിയിരിക്കുന്നത്, എബ്രായ ഭാഷയിൽ ശ്വസിക്കുന്നതിനെ എല്ലാം നിർമൂലമാക്കി എന്നാണ്. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോഴും അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി ഡിസ്ട്രോയിഡ് ഓൾ ഹൂ ബ്രീത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്വസിക്കുന്ന എല്ലാത്തിനെയും വീണ്ടും കൊല്ലാൻ അരുളി ചെയ്തിരിക്കുന്ന യഹോവ. ഈ സ്നേഹത്തിൻ്റെ വചനങ്ങളെല്ലാം കൂടെ വായിച്ചിട്ട് ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ച് തളരുന്നുണ്ട്. അടുത്തതായി യോശുവ 11-10-15 യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ചു. അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്ക് ഒക്കെയും മൂലസ്ഥാനമായിരുന്നു. അവർ അതിലെ സകല മനുഷ്യരെയും വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി. ആരും ജീവനോടെ ശേഷിച്ചില്ല. അവൻ ഹാസോരിനെ തീ കൊടുത്ത് ചുട്ടുകളഞ്ഞു. ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും യോശുവ പിടിച്ചു വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കിക്കളഞ്ഞു. യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ. എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ ചുട്ടുകളഞ്ഞില്ല. ഹാസോർ മാത്രമേ യോശുവ ചുട്ടുകളഞ്ഞുള്ളൂ. ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്കു തന്നെ എടുത്തു. എങ്കിലും മനുഷ്യരെയൊക്കെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. ആരെയും ജീവനോടെ ശേഷിപ്പിച്ചില്ല. യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ യോശുവയോട് കൽപ്പിച്ചു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ മോശയോട് കൽപ്പിച്ചതിൽ ഒന്നും അവൻ ചെയ്യാതെ വിട്ടില്ല.
സ്നേഹവാനായ ദൈവത്തിന് സ്തുതി. അടുത്തതായി സംഖ്യാപുസ്തകം 31-14 മുതൽ 18 വരെ വായിക്കാം. എന്നാൽ മോശെ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യാധിപന്മാരോട് കോപിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. എന്ത് തോന്നിയാസമാടാ നീയൊക്കെ കാണിച്ചിരിക്കുന്നത്? ഇവരത്രേ പെയോരിൻ്റെ സംഗതിയിൽ ബിലയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവിൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചുകൊള്ളുവിൻ. ഈ സാധനം വായിക്കുമ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ആ ജീവനോടെ ശേഷിപ്പിച്ചിട്ടുള്ള പുരുഷന്മാരോടുകൂടി ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചാണ്, അവരുടെ ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ആ കുഞ്ഞു കുട്ടികളിലെ ആൺകുട്ടികളെല്ലാം കുന്നുകളയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സഹോദരന്മാരുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു കുഞ്ഞിനെയും അവൻ്റെ അപ്പനെയും അമ്മയും ആണുങ്ങളെയും എല്ലാവരെയും കൺമുൻപിലിട്ട് വെട്ടിക്കൊന്നിട്ട് ആ ഒരു ട്രോമയോടുകൂടി അവർ ജീവിച്ചിരിക്കുക. ആ ഒരു മാനസികാവസ്ഥയാണ് എനിക്കെപ്പോഴും ഈ സാധനം വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഇതിനെയാണ് സ്നേഹവാനായ ദൈവം എന്ന് പറയുന്നത്. അവസാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വായിക്കുവാണെങ്കിൽ വായിച്ചു പോകാം. പക്ഷേ നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു അവസാനം വേണമല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ലോങ് ആയി പൊക്കൊണ്ടേയിരിക്കും. പുറപ്പാട് 32:27-28. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനെയും താന്താൻ്റെ സ്നേഹിതനെയും താന്താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. ഏകദേശം 3000-ഓളം പേരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അത് ആരെയാണ് കൊല്ലുന്നത്? ഒരാൾ ചെന്നിട്ട് സ്വന്തം സഹോദരനെ, സ്നേഹിതനെ, കൂട്ടുകാരനെയൊക്കെയാണ് ഒരു ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കൊല്ലുന്നത്. അതും ഇത് വെറുതെ വെട്ടിക്കൊല്ലുകയായിരുന്നില്ല. ഒരു പുരോഹിത വർഗത്തിന് ഓർഡിനേഷൻ കൊടുക്കാനുള്ള ഒരു കർമ്മമായിരുന്നു ഇത്. നമ്മളിപ്പോൾ പൊതുവിൽ കാണാറുണ്ട്, പള്ളിയിലച്ചനാകാനും അല്ലെങ്കിൽ പാസ്റ്ററാകാനും ഒക്കെ ഒരു പ്രത്യേക ഒരു കർമ്മമുണ്ട്. ഒരു ഓർഡിനേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഓർഡിനേറ്റ് ചെയ്ത് ആ ഒരു സ്ഥാനത്തേക്ക് ആരോഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന കൂട്ട് ഇങ്ങനെ വെട്ടിക്കൊന്നാണ് അവർക്ക് ലേവ്യർ പുരോഹിത വർഗമാകാനുള്ള അവരുടെ കഴിവ് തെളിയിച്ചത്. 3000-ഓളം സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും കൂട്ടുകാരെയും വെട്ടിക്കൊന്നിട്ടാണ് പുരോഹിത വർഗമായി യഹോവ ലേവ്യരെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് ഞാൻ കൃത്യമായി ആദ്യം തന്നെ ഈ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാണിംഗ് തന്നതെന്ന് ഇപ്പം മനസ്സിലായി കാണും. ഒരു കൊച്ചുകുട്ടിക്ക് യാതൊരു കാരണവശാലും വായിക്കാൻ അനുവദിച്ചുകൂടാത്തൊരു പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഇതിലെ വയലൻസ് മാത്രമല്ല, ബാക്കി കുറേ ഭാഗങ്ങളുണ്ട് 18+ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതേപോലെയുള്ള ഇത്രയും തോന്നിവാസവും നീചത്വവും വൃത്തികേടുകളും എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിനെയാണ് വിശുദ്ധ വേദപുസ്തകം, ഹോളി ബൈബിൾ, സത്യവേദ പുസ്തകം എന്നൊക്കെ ഇവർ കാറ്റഗറൈസ് ചെയ്ത് പേരൊക്കെ ഇട്ട് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. സൈക്കോപാത്തായ ദൈവമെന്നാണ് കൃത്യമായും പറയേണ്ടത്. ഇത്രയും വേദഭാഗം കേൾക്കുമ്പോൾ വിശ്വാസികളെല്ലാം ഇപ്പോൾ കമൻറ്റ് ബോക്സിലേക്കുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെ പഴയ നിയമമല്ലേ? പഴയ നിയമത്തിലെന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനായി കൊടുത്തിട്ടുള്ളതാണ്. ഇസ്രായേൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. നമ്മൾ യേശുവിലാണ് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ന്യായീകരണമായിട്ട് വരുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ ദൈവം, യേശുക്രിസ്തു പോലും പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു യഹോവയോടാണ്. ഈ യഹോവ നിങ്ങളുടെ ദൈവമാണോ? അത് പെന്തക്കോസ്തുകാരോ മറ്റേത് ക്രിസ്ത്യാനിയോ ആയിക്കോട്ടെ, ഈ യഹോവ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ദൈവമാണോ അല്ലയോ? എനിവേ, എനിക്ക് തോന്നുന്നില്ല യഹോവയെ തള്ളിക്കളയാൻ സാധിക്കുമെന്ന്. കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് യഹോവയെ നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവത്തിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ പറയുന്നത് ഗതിഭേദത്താൽ അച്ഛാദനമില്ലാത്ത ദൈവമെന്നാണ്. അതായത് അയാൾ ഒരിക്കലും ചേഞ്ച് ആവുന്ന ഒരു വ്യക്തിയല്ല. അയാളുടെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ദൈവം. അപ്പോൾ ഈ ഗതിഭേദത്താൽ അച്ഛാദനമില്ലാത്ത ദൈവമാണെങ്കിൽ അയാളുടെ മൊറാലിറ്റി ഒരിക്കലും ചേഞ്ച് ആവാൻ പാടില്ല.
ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യഹോവ നേരിട്ട് അരുളി ചെയ്തതാണ്. ഈ നേരിട്ട് അരുളി ചെയ്തിരിക്കുന്നത് 10 കൽപ്പന കൊടുത്തതിന് ശേഷമാണ്. 10 കൽപ്പനയിൽ 6ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് കുല ചെയ്യരുത് എന്നാണ്. കുല ചെയ്യരുത് എന്ന കൽപ്പന കൊടുത്തിട്ട് യഹോവ തന്നെ എങ്ങനെ മനുഷ്യരോട് കൊല ചെയ്യാൻ പറയാൻ സാധിക്കും പുള്ളിക്ക്? ഇനി ഇതെല്ലാം പുള്ളിക്കാരൻ്റെ ന്യായവിധി ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇത്രയും സർവശക്തനായ ഈ യൂണിവേഴ്സിനെ എല്ലാം പടച്ചൊരു ദൈവത്തിന്, നോഹയുടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ മനുഷ്യരെല്ലാം കൊല്ലാൻ കഴിവുള്ള ഒരു ദൈവത്തിന് എന്തുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞ് ഇങ്ങനെ കൊല ചെയ്യാൻ ആഹ്വാനം നടത്തുന്നു? നിങ്ങൾ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള യഹോവ അതേ മനുഷ്യരോട് തന്നെ നിങ്ങൾ പോയി വെട്ടിയും കുത്തിയും ശ്വസിക്കുന്നതിനെ എല്ലാത്തിനെയും തീർത്ത് കളയാൻ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത്രയും ക്രൂരത നിറഞ്ഞ, ഇത്രയും രക്തക്കൊതിയനായ ഒരു ദൈവത്തിനെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ദൈവത്തെ സ്നേഹവാനായ ദൈവം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു എന്നത്.